بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وآل محمد. നമ്മൾ ഇപ്പോൾ സൂറത്തുൽ ഹുജറാത്ത് കഴിഞ്ഞ് ഇന്നത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ ഫത്ഹ്. അപ്പം അതിനിടയിലൊരു ക്ലാസ് ഈ ഖിസാസുമായി ബന്ധപ്പെട്ട് അതേപോലെ ഹുദൂദുമായി ബന്ധപ്പെട്ട് നമുക്കല്ല ദിയാത്ത് ഇതുമായൊക്കെ ബന്ധപ്പെട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പം നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു ആകത്തുക, ചിലർ പറയും മൊത്തം ടോട്ടൽ ആകത്തുക, അതാണ് ഇപ്പം ഇന്ന് ഉദ്ദേശിക്കുന്നത്. വിശദമായിട്ട് ഇത് പിന്നെ ഓരോ വിഷയങ്ങളുണ്ട്, അതൊക്കെ കുറ്റകൃത്യങ്ങളാണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പം ജിനായാത്ത് എന്ന് പറയും, കുറ്റകൃത്യങ്ങൾ. ഇസ്ലാമിൽ ഈ കുറ്റകൃത്യങ്ങളെ പിന്നെ പല അധ്യായങ്ങളിലാണ് അതിനെ വിശദീകരിക്കുക. കുറ്റകൃത്യങ്ങൾ ശരീരത്തിന് നേരെ, അതേപോലെ കുറ്റകൃത്യങ്ങൾ സമ്പത്തിന് നേരെ, കുറ്റകൃത്യങ്ങൾ അഭിമാനത്തിന് നേരെ, അതേപോലെ തന്നെ ചില കുറ്റകൃത്യങ്ങൾ അതിൽ അള്ളാഹുവിൻ്റെ ശിക്ഷാവിധികൾ വന്നിരിക്കും, അള്ളാഹുവിൽ നിന്ന് ഇത്ര ശിക്ഷ എന്ന് വന്നിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മോഷ്ടിച്ചാൽ, ഒരു നിർണിത സംഖ്യ നിർണിത രീതിയിൽ മോഷ്ടിച്ചാൽ ആ മോഷ്ടാവിൻ്റെ കൈവെട്ടും, അതൊരു ശിക്ഷയാണ്. അങ്ങനത്തെ കുറ്റകൃത്യങ്ങളുണ്ട്. ചില കുറ്റകൃത്യങ്ങൾ അതിന് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷാവിധി അല്ല, പക്ഷെ അതിന് പ്രായശ്ചിത്താണ്, കഫാറത്താണ്. ഉദാഹരണത്തിന് വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ പകലിൽ നോമ്പുകാരായിരിക്കെ ഭാര്യമാരെ പ്രാപിച്ചാൽ അത് കുറ്റമാണ്, പാപമാണ്. പക്ഷെ അതിന് എന്താ ശിക്ഷ? ശിക്ഷ ഉണ്ടോ? ശിക്ഷ അല്ല, ദുനിയവിയായിട്ട് ഭൗതികമായിട്ട് ശിക്ഷ അല്ല, പക്ഷെ അതിനെന്താണുള്ളത്? കഫാറത്താണുള്ളത്, കഫാറത്ത്. അപ്പോൾ ചില ശിക്ഷകൾക്ക്, കുറ്റങ്ങൾക്ക് ഹദ്ദുണ്ട്, ശിക്ഷ ഉണ്ട്. ചില കുറ്റങ്ങൾക്ക് കഫാറത്താണുള്ളത്, പ്രായശ്ചിത്തം. ചില കുറ്റകൃത്യങ്ങൾ അതിന് ഹദ്ദുമില്ല, കഫാറത്തുമില്ല, പക്ഷെ കുറ്റകൃത്യങ്ങൾ അതിന് ശിക്ഷ ഉണ്ട്. ആ ശിക്ഷകൾക്കാണ് തഅ്സീർ എന്ന് പറയാം, തഅ്സീർ. ചില കുറ്റകൃത്യങ്ങൾ അതിനൊരു നിർണിത ശിക്ഷ മതത്തിലില്ല, അതിന് പ്രായശ്ചിത്തം പറയപ്പെട്ടിട്ടില്ല, പക്ഷേ അതിനെന്തുണ്ട്? അതിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷ അതാത് കാലങ്ങളിൽ ഭരണാധികാരിയുടെ ഗവേഷണമാണ്, അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ജഡ്ജിമാരുടെയൊക്കെ ഗവേഷണമാണ്. അതിനാണ് തഅ്സീർ എന്ന് പറയാം. അതിൽപ്പെട്ടതാണ് ഇപ്പം നമ്മുടെ ഈ ഫൈനൊക്കെ ഉണ്ടല്ലോ, ഫൈനുകൾ തുടങ്ങിയ വിഷയങ്ങൾ. അപ്പോൾ അതൊരു വിശദമായ ഒരു വിഷയമാണ്. അത് കുറേ പരത്തി വിശദീകരിക്കേണ്ടത്. നമുക്കതൊരു ബോർഡിൽ എഴുതിയിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. പിന്നെ ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പിന്നീട് ഓരോ വിഷയങ്ങൾ വിശദീകരിക്കാം. ഇന്ന് അതിൻ്റെ ഒരു സ്ട്രക്ചർ മൊത്തത്തിലായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ ഖിസാസ്, അതുപോലെ തന്നെ അൽ ഹുദൂദ്, പിന്നെ അത്തഅ്സീർ, ഇങ്ങനെ 3 വിഷയങ്ങളുണ്ട്. ഇതിൽ മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യത്തിലാണ് ഖിസാസ്. ഇപ്പോൾ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ
ഖത്തിൽ. എന്താ ഖത്തിൽ? മനുഷ്യവധം. മനുഷ്യവധം ഉണ്ടാ. അതേപോലെ തന്നെ മനുഷ്യവധമല്ലാത്ത ഇതര കുറ്റകൃത്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എന്താ? ഇപ്പം മനുഷ്യന് മുറിവേൽപ്പിക്കുക, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവയവങ്ങളെ മുറിക്കുക, ഛേദിക്കുക. അതേപോലെ തന്നെ മനുഷ്യൻ്റെ അവയവങ്ങളുടെ ധർമ്മം നശിപ്പിക്കുക. അവയവങ്ങളുടെ ധർമ്മം നശിപ്പിക്കാൻ ഉദാഹരണത്തിന് ഒരു ഇടിയിടിച്ച് കണ്ണിൻ്റെ കാഴ്ച പോയി, കാതിൻ്റെ കേൾവി ശക്തി നഷ്ടപ്പെട്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അവയവങ്ങളുടെ ധർമ്മം നഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനെ ഇതിന് അന്നഫ്സ്, മനുഷ്യ ശരീരത്തിനുള്ള ഓടുള്ള കുറ്റം, അതിന് വധം. ഫീമ ദൂനൻ നഫ്സ്, ഒരു മനുഷ്യനെ വധിക്കാത്ത രീതിയിലുള്ളതായി ഇതര കുറ്റങ്ങൾ. ഇപ്പോൾ അതിൽപ്പെട്ടതാണ് മനുഷ്യന് ജുർഹ്, മുറിവേൽപ്പിക്കൽ, അതേപോലെ തന്നെ മുറിവേൽപ്പിക്കുക, അതാണ് ജുർഹ്. ഖത്അ, അവയവങ്ങളെ കഷ്ണിക്കുക, ഛേദിക്കുക. അതേപോലെ തന്നെ ഈ ധർമ്മങ്ങളെ എന്ത് ചെയ്യുക, നശിപ്പിക്കുക തുടങ്ങിയതായ കാര്യങ്ങൾ കയ്യിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിൻ്റെ വിഷയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞത്? വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഖിസാസിൽ നിങ്ങൾക്ക് ഹയാത്തുണ്ട്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതമാണ്. അപ്പോൾ ഖിസാസിലൂടെ ഇവിടെ ജീവിതം നിലനിൽക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർ. അപ്പോൾ മനുഷ്യരുടെ ജീവിതം, അതിൻ്റെ നിലനിൽപ്പ് ഖിസാസിലൂടെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. കാരണം എന്തുകൊണ്ടാണ്? ഈ പ്രതിക്രിയ ഉണ്ടല്ലോ, അതാണ് ഖിസാസ്. ഖിസാസ് എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ. ഒരാളെ വധിച്ചാൽ വധിച്ചവനെ പ്രതിക്രിയയിലൂടെ വധിക്കുക. ഒരാൾക്ക് മുറിവേൽപ്പിച്ചവനെ പ്രതിക്രിയയിലൂടെ മുറിവേൽപ്പിക്കുക. ഇങ്ങനെ ഖിസാസ് നടത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഹയാത്ത് എന്നാണ് അള്ളാഹു പറയുന്നത്. ബുദ്ധിയുള്ളവരെ വിളിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇപ്പോൾ ഒരു ഗോത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ വേറൊരു കുടുംബത്തിൽ ഒരാളെ വധിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ ഈ ആ കുടുംബത്തിനോട് പ്രതികാരദാഹമായിട്ട് നടക്കും. അതിനാൽ ആ കുടുംബത്തിന് എത്ര ആൾ വധിക്കപ്പെടും എന്നുള്ളത് അറിയില്ല. കലഹായി, അന്യോന്യം സംഘട്ടനായി. അതേസമയം ഒരാൾ വധിച്ചു, ആ വധിച്ച വ്യക്തിയെ വധിക്കപ്പെട്ടവൻ്റെ ആളുകൾ പ്രതിക്രിയയിലൂടെ വധിച്ചിട്ടുണ്ട് എങ്കിൽ അതോട് തീർന്ന്. അതേസമയം ഈ ഉമിത്തി വളർത്തി വധിക്കപ്പെട്ടവനെ വെറുതെ വിട്ടിട്ടുണ്ട് എങ്കിൽ എന്തായി? അത് പിന്നെ വലിയ കലാപങ്ങൾക്കും അതേപോലെ സംഘടനകൾക്കും പിന്നെ മനുഷ്യവധങ്ങൾക്കൊക്കെ കാരണമാകും. അതിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ ധാരാളം കാണാൻ സാധിക്കും. അതൊന്ന്, കുറേ മനുഷ്യജീവൻ രക്ഷപ്പെടും പ്രതിക്രിയയിലൂടെ, ഖിസാസിലൂടെ ഇവിടെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഒരാൾ വധിച്ച് അയാളെ വെറുതെ വിട്ട് പിടികൂടിയില്ല, ശിക്ഷിച്ചില്ല എങ്കിലെന്തായി? അത് മറ്റുള്ളവർക്ക് വളമായി. ആളുകളെ കൊല്ലാൻ അതൊരു ലൈസൻസ് എന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ ഘാതകനെ അല്ലെങ്കിൽ കുറ്റകർത്താവിനെ പിടികൂടി പ്രതിക്രിയയിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ അതൊരു നല്ല ഉത്ബോധനമാണ്. അത് മറ്റുള്ളവർക്കൊരു പാഠമാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിസാസിനെ നിയമമാക്കിയത്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല അൽ ഹുർറു ബിൽ ഹുർരി വൽ ഉൻസാ അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് ഖിസാസ് നിയമമാക്കപ്പെട്ടിരിക്കുന്നു. എന്താ? അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. പെണ്ണിന് പകരം പെണ്ണ് വധിക്കപ്പെടണം. അതേപോലെ അടിമക്ക് പകരം അടിമ വധിക്കപ്പെടണം. സ്വതന്ത്രന് പകരം സ്വതന്ത്രൻ വധിക്കപ്പെടണം. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, വധിച്ചവന് വധിക്കപ്പെട്ടവൻ്റെ പക്ഷത്തു നിന്ന് മാപ്പ് നൽകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, നല്ല നിലക്ക്
ആചാര നടപടി പ്രകാരം എന്ത് ചെയ്യണം? മാപ്പ് സ്വീകരിച്ചിട്ട് അയാൾക്ക് ദായധനം നൽകണം, ദിയ നൽകണം. ബ്ലഡ് മണി നമ്മൾ പറയില്ലേ, അത് നൽകണം മാപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും, വധിച്ചവനെ വധിക്കുക എന്നുള്ളതാണ് നിയമം. പക്ഷേ വധിക്കപ്പെട്ടവൻ്റെ ആളുകൾ വധിച്ചവന് മാപ്പ് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അത് റബ്ബിൽ നിന്നുള്ള ഇളവാണ്, വറഹ്മ, കാരുണ്യാണ്. കാരണം എന്താ വെച്ചാൽ പൂർവ്വ മതങ്ങളിൽ പ്രതിക്രിയ ഉണ്ടായിരുന്നുള്ളൂ, മാപ്പ് ദിയ ഉണ്ടായിരുന്നില്ല, മാപ്പും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ ഖിസാസ് ഉണ്ട്, അതേപോലെ തന്നെ ദിയയുണ്ട്, അതേപോലെ അഫു ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാളെ വധിച്ചു, ഈ വ്യക്തിനെ ഘാതകനെ വധിച്ചവന് എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആരാണ്? വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ്. വമൻ ഖുതില ഫഖദ് ജഅൽ മദ്ലൂമൻ വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിഹി സുൽത്താന. ഒരാൾ അന്യായമായി വധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുവിനാണ് എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വധിച്ചവൻ്റെ വിഷയത്തിലുള്ള തീരുമാനം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ വധിച്ചവൻ എന്ത് ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കേണ്ടത്? ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഭരണാധികാരിയല്ല, ഇസ്ലാമിക രാഷ്ട്രത്തിലെ കോടതിയല്ല. മനസ്സിലായി? വധിച്ചവൻ എന്ത് ചെയ്യണം തീരുമാനിക്കേണ്ടത് വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തിരിച്ചുവനെ കൊല്ലാം. അവർക്ക് വേണമെങ്കിൽ ഇവനിൽ നിന്ന് ദിയ വാങ്ങി, ദായധനം വാങ്ങി അവനെ വെറുതെ വിടാം. അവർക്ക് വേണമെങ്കിൽ ദായധനം വാങ്ങിയില്ല, പ്രതിക്രിയയില്ല, മാപ്പും കൊടുക്കാം. ഇതാണ് ഇസ്ലാമിൽ അതിൻ്റെ വിഷയം, വിധി. അപ്പോൾ അതുകൊണ്ടാണ് ദാലിക തഖ്ഫീഫ് മിർ റബ്ബിക്കും വറഹ്മ, ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ലഘൂകരണമാണ്, റഹ്മത്തുമാണ്. പൂർവ്വകാലങ്ങളിൽ പൂർവ്വവേദങ്ങളിൽ വിശിഷ്യ തൗറാത്തിൽ വധിച്ചവനെ തിരിച്ചു വധിക്കുക എന്നുള്ളതാണ് നിയമം. ദായധനം കൊടുത്ത് മോചിപ്പിക്കലോ അതേപോലെ തന്നെ മാപ്പ് കൊടുക്കലോ ഉണ്ടായിരുന്നില്ല. ആരാണോ വധിച്ചത് ആ വധിച്ചവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇവിടെ ഇസ്ലാമിൽ എന്തായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിൽ തിരിച്ചു കൊല്ലുക എന്നുള്ളതുകൊണ്ട് അതോടൊപ്പം തിരിച്ചു കൊല്ലാതെ ദായധനം വാങ്ങിയിട്ട് വെറുതെ വിടാം. അല്ലെങ്കിലോ ദായധനം വാങ്ങിയില്ല, പ്രതിക്രിയയും ചെയ്തില്ല, മാപ്പ് കൊടുത്തു, അങ്ങനെ ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു കേസ് വന്ന്, ആ കേസിലെന്താ? ഒരാൾ മറ്റൊരാൾ വലിച്ചു വരികയാണ് റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, റസൂലെ ഇയാളിൻ്റെ സഹോദരനെ വധിച്ചിരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ അയാൾ സഹോദരനെ വധിച്ചോ? അപ്പോൾ അയാൾ സമ്മതിച്ചു, ഞാൻ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് വധിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, റസൂലെ ഞങ്ങൾ രണ്ടാളിങ്ങനെ ഞങ്ങൾ ഇല ശേഖരിക്കായിരുന്നു വൃക്ഷത്തിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾക്കിടയിൽ വർത്താനായി അയാൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചു. അപ്പോൾ ഞാനൊരു മഴു എടുത്തിട്ട് എന്ത് ചെയ്ത് അവൻ്റെ തലൻ്റെ നിറകിൽ വിട്ട് ദേഷ്യത്തിൽ എന്ന് പറഞ്ഞു. അങ്ങനെ കൊന്നു എന്നാണ്. അപ്പോൾ അയാൾ സമ്മതിച്ച്, ഘാതകൻ സമ്മതിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇവനോട് കൊണ്ടുപോയിട്ട് കൊല്ലാൻ പറഞ്ഞു. എന്നാൽ കൊണ്ടുപോയിട്ട് കൊല്ലാൻ പറഞ്ഞു. അവൻ സമ്മതിച്ച സ്ഥിതിക്ക് അപ്പോൾ ഈ വധിച്ച വ്യക്തി അറിയണം, റസൂലെ ഒരിക്കലും ദേഷ്യത്തിൽ അടിച്ചു പോയതാണ്, ഒരിക്കലും അവനെ കൊല്ലണം എന്നുള്ളൊരു നിയ്യത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് പറയാണ്, അവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ, വധിച്ചവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ, അതായത് എനിക്ക് കൊല്ലാൻ നിയ്യത്തുണ്ടായിരുന്നില്ല, ദേഷ്യത്തിൽ അടിച്ചാണെന്ന് പറഞ്ഞല്ലോ, അവൻ പറയുന്നത് സത്യമാണ് എങ്കിൽ നീ നരകത്ത് പോകും. കാരണം എന്താ? ബോധപൂർവ്വം കൊല്ലാൻ അടിച്ചിട്ടില്ല, പിന്നെയോ അയാളെ അടിച്ചു പോയി, അപ്പോൾ മരിച്ചതാണ്. അതിനാണ് ഷിബുഹുൽ അംദ് എന്ന് പറയാം. ബോധപൂർവ്വമല്ല, പിന്നെയോ ബോധപൂർവമല്ല, ഷിബുഹുൽ അംദാണ്, അതിനോട് സാദൃശ്യമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം ഇൻഷാ അല്ലാ, അയാൾ പറയുന്നത് സത്യമാണ് എങ്കിൽ, ഘാതകൻ പറയുന്നത് സത്യമാണ്, എന്നിട്ട് നിങ്ങൾ അയാളെ കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി അയാളോട് പറഞ്ഞു. ഈ സഹോദരനോട് പറഞ്ഞു, കൊല്ലപ്പെട്ടവൻ്റെ സഹോദരനോട്. അപ്പോൾ എന്ത് ചെയ്ത്? അയാൾ ഒഴിവാക്കി വിട്ടു, പോകാൻ പറഞ്ഞു, കൊന്നില്ല. മനസ്സിലായ? അപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണാധികാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വിധികർത്താവാണ്. പക്ഷേ മാപ്പ് കൊടുക്കേണ്ട ആരാണ്? മാപ്പ് കൊടുക്കേണ്ടത് വധിക്കപ്പെട്ടവൻ്റെ ബന്ധുവാണ്. വധിക്കപ്പെട്ടവൻ്റെ ബന്ധുവാണ്. ഏതായാലും പിന്നെ ഒരിക്കലും എന്തില്ല, ഒരിക്കലും ഒരാളെ വധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരാളുടെ അവയവം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, ഒരാളുടെ അവയവത്തിൻ്റെ ധർമ്മം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിനോ ഭരണാധികാരിക്കോ അതിലൊരു പങ്കുമില്ല. ഈ അക്രമിയെ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ. പിന്നെയോ അയാളുടെ വിഷയത്തിൽ വിധി അർപ്പിക്കേണ്ടത് ആരാണ്? ആരാണോ അയാൾ കാരണത്താൽ ആക്രമിക്കപ്പെട്ടത് അവരാണ്. അവർക്ക് ചോയ്സ് ഉണ്ട്, 3-1 തിരഞ്ഞെടുക്കാൻ. ആ 3-1 അവർക്ക് അയാൾ നടപ്പിലാക്കാവുന്നതാണ്. പക്ഷേ ഭരണാധികാരി ഇടപെടും, ഇസ്ലാമിക രാഷ്ട്രം ഇടപെടും. അത് വേണം താനും. എന്തിനാണ് ഇടപെടുന്നത്? ഒരിക്കലും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. വധിച്ചോനെ വധിക്കാം, വധിക്കപ്പെട്ടവനാളുകൾക്ക്. പക്ഷേ വധത്തിൽ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അതിര് വിടാൻ പാടുള്ളതല്ല. ഫൈന എഴുത്തതാ അലൈക്കും ഫഅതദു അലൈഹി ബിമിസ്ലി മാ അഅതദ അലൈക്കും. വല്ലവരും നിങ്ങളോട് അതിക്രമം ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിക്രമം ചെയ്യാം. പക്ഷേ അവർ അതിക്രമം ചെയ്തതിന് തുല്യമായിട്ട് ഭരണാധികാരി ഇടപെടേണ്ടി വരുന്നത് എപ്പോഴാണ്? ഇവർ പ്രതിക്രിയ നടത്തുമ്പോൾ അതെന്തായിരിക്കണം? തുല്യത്തിന് തുല്യമായിരിക്കണം. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്ന് അയാൾ അലിയാരോട് ഒരു രഹസ്യം പറയുക. അപ്പോൾ അയാൾ എന്തോ ഒരു കുറ്റം സമ്മതിക്കുകയാണ്. അപ്പോൾ അലിയാർ തൻ്റെ വൃത്യൻ കുംബറിനെ വിളിച്ചിട്ട് പറഞ്ഞ് അയാളെ ശിക്ഷിക്കാൻ പറഞ്ഞു, അടിക്കാൻ പറഞ്ഞു. ഇത്ര അടിക്കാൻ പറഞ്ഞു കൊണ്ടുപോയിട്ട്. അപ്പോൾ കുംബർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്ത് അയാളെ അടിച്ച്, എന്നിട്ട് അലിയാരുടെ അടുക്കലേക്ക് തിരിച്ചു വന്ന് ശിക്ഷ നടപ്പിലാക്കി തിരിച്ചു വന്ന്. അപ്പോൾ ഈ അടി കിട്ടിയ വ്യക്തി ഉണ്ടല്ലോ, കുറ്റവാളി, അയാൾ പറയാണ്, അലി അമീറുൽ മുഅ്മിനീൻ, ഇന്ന ഇയാൾ 3 അടി ഏറെ അടിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞതിലേറെ 3 അടി ഇയാൾ എന്നെ ഏറെ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അലി കുംബറിനോട് പറഞ്ഞ് നിന്ന് കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇയാളോട് പറഞ്ഞ് 3 അടി തിരിച്ചടിക്കാൻ പറഞ്ഞു. കുംബറിനെ തിരിച്ചടിക്കാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഇസ്ലാമിക ശിക്ഷ ഖിസാസിലും അതേപോലെ തന്നെ ഹുദൂദിലൊക്കെ നടപ്പിലാക്കുമ്പോൾ ആര് വേണം? ഹുദൂദിലല്ല, ഖിസാസിൽ നടപ്പിലാക്കുമ്പോൾ ആര് വേണം? ഭരണാധികാരി വേണം. ഭരണാധികാരിയുടെ ജഡ്ജി അല്ലെങ്കിൽ ആ പകരക്കാരൻ നായിബ് വേണം. എന്തിനാണ് അത് വേണ്ടത്? ഇത് തുല്യമായിട്ടാണ് നടപ്പിലാക്കേണ്ടത്. എങ്ങനെയാണോ ഇങ്ങോട്ട് ചെയ്തത് അതേപോലെ. മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം കൂഫയിൽ അല്ലെങ്കിൽ ഡമസ്കസിൽ എന്താ, ഒരാൾ മറ്റൊരാളെ വധിച്ചു. അങ്ങനെ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾ മുആവിയനോട് കേസ് പറഞ്ഞു, ഈ വ്യക്തി ഞങ്ങളെ കുടുംബത്തിലൊരു മെമ്പറെ വധിച്ചിട്ടുണ്ട്. അപ്പോൾ മുആവിയ പറഞ്ഞ് അയാളെ വിളിച്ച് ചോദിച്ച് അയാൾ സമ്മതിച്ച്, ഞാൻ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരു മെമ്പറെ വധിച്ചിട്ടുണ്ട് ചോദിച്ച്. അപ്പം മുആവിയ പറഞ്ഞ് അയാൾ സമ്മതിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇയാളെ പ്രതിക്രിയയിലൂടെ കൊല്ലാം, അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ദായധനം സ്വീകരിച്ചിട്ട് വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ അയാളെ വധിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. വധിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ മുആവിയൻ്റെ സാന്നിധ്യത്തിലാണ് വധിക്കണത്. അപ്പോൾ ഈ ഘാതകൻ പറയാണ്, ഞാൻ നിങ്ങളുടെ കുട്ടികളുടെ വാപ്പാനെ തന്നെ ഇയാൾ കൊന്നിരുന്നത്. ഞാൻ നിങ്ങളെ വാപ്പാനെ കൊന്നത് സാധാരണ രീതിയിലുള്ള കൊലയല്ല, വളരെ ക്രൂരമായിട്ടാണ് കൊന്നിട്ടുള്ളത്. നിങ്ങളെ വാപ്പാനെ ഞാൻ കൊന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് ഇന്ന പ്രയോഗങ്ങളൊക്കെയാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അതേപോലെ എന്നെയും ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ഇരുന്ന് കൊടുത്ത്, മനസ്സിലല്ലേ, ക്ഷമയിൽ നല്ല ഉറപ്പ്, ഒരു ഇളക്കം പോലും ഇല്ലാത്ത, അല്പം ഇടറാതെയാണ് എന്ത് ചെയ്തത്, ആ വ്യക്തി ഇരുന്ന് കൊടുത്തതാണ് മുആവിയൻ്റെ അടുത്ത്. അയാൾ പറഞ്ഞു ചെയ്ത്, ഞാൻ നിങ്ങളുടെ വാപ്പയെ ഇന്ന ശൈലിയിലാണ് കൊന്നത്, അതേപോലെ നിങ്ങൾ കൃത്യമായിട്ട് എന്നോട് പകരം ചോദിക്കണം എന്ന് പറഞ്ഞ് ഇരുന്നോടുത്ത്. ഈ ഒരു വധമൊന്നും എല്ലായിടത്തും നടക്കില്ല. ഖിസാസ് എന്ത് ചെയ്യും? വധിക്കപ്പെട്ടവൻ്റെ ആളുകൾ വളരെ ദേഷ്യത്തിലായിരിക്കും. അവർ കണക്കിന് പകരം തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. മനസ്സിലായി? പക്ഷേ ഇസ്ലാമിൽ അത് പാടുള്ളതല്ല. ഇസ്ലാമിൽ ഇയാൾ എത്ര അതിക്രമം ചെയ്തോ അത്രേ അയാളോട് പാടുള്ളൂ, കൃത്യമായിരിക്കണം. അതുകൊണ്ട് തന്നെ
വധിക്കപ്പെട്ടവൻ്റെ ആളുകൾക്ക് ശിക്ഷ നടപ്പിലാക്കാം കൃത്യമായിട്ടാണ് എങ്കിൽ. അതില്ല എങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ആരാണ്? ഓലല്ല, പിന്നെ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആ കൃത്യമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രതിക്രിയ നടപ്പിലാക്കുന്ന ആളുകളാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബനു മിദ്ലജ് ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി സ്വന്തം മകനെ വെട്ടി. അതിൻ്റെ കാരണം എന്താ? ബനു മിദ്ലജിൽപ്പെട്ട ഒരു വ്യക്തി പിന്നെ ഒരു അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചു. അങ്ങനെ ആ അടിമ സ്ത്രീയിൽ ഒരു കുട്ടി ഉണ്ടായി. ഇസ്ലാമിൽ നിയമം അടിമ സ്ത്രീയെ കല്യാണം കഴിച്ചതിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിമ സ്ത്രീയെ പ്രാപിച്ചതിൽ കുട്ടി ഉണ്ടായാൽ ആ കുട്ടി ഉണ്ടാകുന്നതോട് കൂടി എന്തായി? ഈ സ്ത്രീ സ്വതന്ത്രയായി. പിന്നെ അതിനെ അടിമയായിട്ട് വെക്കാൻ പാടില്ല, അത് സ്വതന്ത്രയായി നിയമം. പക്ഷേ ഈ ബനു മിദ്ലജിലെ ഗ്രാമീണൻ, അയാൾക്ക് കുട്ടി ഉണ്ടായിട്ടും ഈ പെണ്ണെന്താ? അടിമയെ പോലെയാണ്. കുട്ടി വലുതായി. അപ്പോൾ ഒരു ദിവസം ഇയാൾ ഭാര്യനെ വിളിക്കുകയാണ്. ഈ അടിമ പെണ്ണിനെ തൻ്റെ വൃത്തിയെ എന്ന പോലെയാണ് വിളിക്കുന്നത്. അത് ഈ കുട്ടിക്ക് തീരെ പറ്റിയില്ല. കുട്ടിക്ക് പക്വതായി. അപ്പോൾ കുട്ടി പറഞ്ഞ്, എൻ്റെ ഉമ്മനെ നിങ്ങൾ എത്ര കാലം നീ അടിമയായിട്ട് നിങ്ങൾ കൊണ്ടുനടക്കണേ? ഇതിൻ്റെ ഉമ്മല്ലേ, നിങ്ങളെന്താ എൻ്റെ ഉമ്മനെ അടിമയായിട്ട് കൊണ്ടുനടക്കണേ എന്ന് വാപ്പാനോട് ചോദിച്ചു. അതിൽ വാപ്പ വാളെടുത്തിട്ട് ഒരൊറ്റ വെട്ടാണ് കാലിന്. ഗ്രാമീണനല്ലേ, ഒറ്റ വെട്ട. അയാളെ ആ കുട്ടിൻ്റെ കാല് മുറിഞ്ഞ് രക്തം ചീറ്റി കുട്ടി മരിച്ചു. അങ്ങനെ ഈ കേസ് അമീറുൽ മുഅ്മിനീൻ ഉമറിൻ്റെ സദസ്സിലെത്തി. ഉമർ പറഞ്ഞ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വാപ്പാര് മക്കളെ കൊന്ന തിരിച്ച് വാപ്പാരെന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല. വാപ്പാര് മക്കളെ കൊന്നു, അല്ലെങ്കിൽ ഉമ്മാർ മക്കളെ കൊന്നാൽ അതിന് പകരമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ലതല്ല? വാപ്പയും ഉമ്മയും വധിക്കപ്പെടാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിയമമാണ്. അതില്ലായിരുന്നുവെങ്കിൽ നിന്നെ പ്രതിക്രിയയിലൂടെ ഞാൻ കൊല്ലുമായിരുന്നു എന്ന് അമീറുൽ മുഅ്മിനീൻ ഉമർ അയാളോട് പറഞ്ഞിട്ട് ഉമർ പറഞ്ഞു, പിന്നെ ദിയ കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മനുഷ്യനെ കൊന്നതിനുള്ള ദിയ എത്രേ? ഒരു മനുഷ്യനെ കൊന്നാലുള്ള ദിയ അതിൻ്റെ അടിസ്ഥാനം 100 ഒട്ടകമാണ്. അത് പിന്നെ നമ്മൾ ദിയയിൽ പറയും. ഒരാളെ കൊന്നാൽ അതിൻ്റെ അടിസ്ഥാനം 100 ഒട്ടകം. അതിൽ 40 ഒട്ടകങ്ങൾ ഗർഭിണികളായിരിക്കണം എന്നുള്ളതാണ് 100 ഒട്ടകം. അതില്ല എങ്കിൽ 200 പശുക്കൾ അല്ലെങ്കിൽ 2000 ആടുകൾ. അതാണ് ഇസ്ലാമിക നിയമം. അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങൾ, ബിസിനസ്സുകാരാണെങ്കിൽ 200 വസ്ത്രങ്ങൾ, പൂർണ്ണമായിട്ടുള്ള 200 പേരുടെ വസ്ത്രങ്ങൾ. ദീനാറുകളാണ് എങ്കിൽ 800 ദീനാർ. ദിർഹമാണ് എങ്കിൽ 8000 ദിർഹം. ദീനാർ 800 സ്വർണ്ണ നാണയം. ദിർഹമാണ് എങ്കിൽ 8000 ദിർഹം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നതായ വിധി. അടിസ്ഥാനം ഒട്ടകങ്ങളാണ്. 100 ഒട്ടകത്തിനാണ് വില കാണുക ഒരാൾക്ക് പകരമായിട്ട്. ഉമർ പറഞ്ഞ് ഞാൻ ആ ദിയയെക്കുറിച്ച് പറയാം. ഉമർ ഇയാളോട് പറഞ്ഞ്, ഈ ബനു മിദ്ലജ് ഗോത്രക്കാരനോട് പറഞ്ഞ് ദിയ കൊണ്ടുവരാൻ പറഞ്ഞു. ദിയ കൊണ്ടുവരണേ എത്ര? 100 ഒട്ടകങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഇയാൾ 120 ഒട്ടകങ്ങളെ കൊണ്ടുവന്നു. 120 ഒട്ടകങ്ങളെ കൊണ്ടുവന്നിട്ട് ഉമറിൻ്റെ മുമ്പിൽ വെച്ച്. ഉമർ അതിൽ നിന്ന് 100 എണ്ണത്തിനെ സെലക്ട് ചെയ്ത്. കാരണം എന്താ? ദിയ മുഹല്ലമായ ദിയ ഉണ്ട്. മുഹല്ലമായ ദിയ എന്ന് പറഞ്ഞാൽ കടുത്ത ദിയാണ്. കടുത്ത ദിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അറിയോ? 100 ഒട്ടകങ്ങൾ മതി ഒരാൾക്ക് പകരമായിട്ട്. പക്ഷേ അതിൽ 40 ഒട്ടകങ്ങൾ ഗർഭിണികളായിരിക്കണം. അതാണ് കടുത്ത ദിയ. അങ്ങനെ 40 ഗർഭിണികളായ ഒട്ടകങ്ങളെയും 60 അതല്ലാത്ത ഒട്ടകങ്ങളെയും അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ബാക്കി ഒട്ടകങ്ങളെ കൊണ്ടുപോകാൻ പറഞ്ഞവനോട് ഈ ഒട്ടകങ്ങൾ എന്ത് ചെയ്ത്, ഈ കുട്ടിയുടെ ഉമ്മ അതേപോലെ തന്നെ ഈ കുട്ടിയുടെ അനന്തരാവകാശികൾ കൊടുക്കാൻ പറഞ്ഞു. വാപ്പാക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വാപ്പാക്ക് ഘാതകൻ എന്തില്ല, അനന്തര സ്വത്തില്ല. അതുകൊണ്ട് വാപ്പാക്ക് കൊടുക്കരുത്, ബാക്കി അനന്തരാവകാശികൾക്കത് വീതിക്കാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു. അതിനാണ് ദിയ അൽ മുഗല്ലബ എന്ന് പറയാം. ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഒരു മുസ്ലിം ബോധപൂർവം ഒരു അമുസ്ലിമിനെ കൊന്ന്, ഒരു കാഫിറിനെ കൊന്ന്. മുസ്ലിമിൻ്റെ ദിയയുടെ പകുതിയാണ് അമുസ്ലിമിൻ്റെ ദിയ എന്നുള്ളതാണ്. പക്ഷേ ബോധപൂർവം ഒരു അമുസ്ലിമിനെ കൊന്ന കേസ് ഉസ്മാൻ്റെ സദസ്സിലെത്തി. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദിയ അൽ മുഗല്ലദ പൂർണ്ണമായിട്ട് മുസ്ലിമിനുള്ള ഒരു പൂർണ്ണ ദിയാണ് അവിടെ വിധിച്ചത്. എന്താ ദിയ? ആ മുസ്ലിമിൻ്റെ വധിക്കപ്പെട്ട ആ മുസ്ലിമിൻ്റെ ബന്ധുക്കൾക്ക് 100 ഒട്ടകങ്ങളെ കൊടുക്കാൻ പറഞ്ഞു. അതിൽ 40 ഒട്ടകങ്ങളെങ്ങനെ
ഗർഭിണികളായ ഒട്ടകങ്ങൾ. അതാണ് ദിയാൽ മുഗല്ലദ എന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഇതൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ആര് വേണം? ഭരണാധികാരി വേണം. ഭരണാധികാരിയുടെ സമക്ഷത്തിലാണ് ഈ വിധികൾ വേണ്ടത്. അപ്പോഴാണ് അത് കൃത്യമായിട്ട് നടപ്പിലാകും വിധം, അതേപോലെ തന്നെ നീതിപൂർവമായിട്ട് ഏറാതെ നടപ്പിലാക്കുക. പക്ഷേ വധിച്ചവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ട ആരാണ്? അത് വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കളാണ്. ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന, വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്കാണ് അതിൽ സുൽത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാപ്പ് കൊടുക്കണോ ദിയ വാങ്ങണോ പ്രതിക്രിയ നടത്തണത് അവരാണ് തീരുമാനിക്കുക. പക്ഷേ അവർ തീരുമാനിച്ചിട്ട് അത് നടപ്പിലാക്കേണ്ടത് ആരുടെ മുമ്പിലാണ്? ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന ആളുകൾക്ക് മുമ്പിലാണ്. കാരണം ഇതിൽ ഏറാൻ പാടുള്ളതല്ല, അതിക്രമം പാടുള്ളതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഖിസാസിൽ ഇപ്പോൾ ഒന്നാണ് മനുഷ്യവധം. മനുഷ്യവധം ഒരുപോലല്ല. മനുഷ്യവധം ബോധപൂർവമുള്ള പദമുണ്ട്, അതിനാണ് അംദ് എന്ന് പറയാം. പിന്നെ ബോധപൂർവം അതിന് സദൃശ്യമായിട്ടുള്ള വധമുണ്ട്, അതാണ് ഷിബുൽ അംദ് എന്ന് പറയും. പിന്നെ വധത്തിൽ ഒന്നാണ് അൽ ഖത, അബദ്ധത്തിൽ. പിന്നെ ചില ഫുഖഹാക്കൾ വേറൊരു രീതി കൂടി പറയും, അതാണ് ഷിബുൽ അംദ്, ഷിബുൽ ഖത. ഇതിനൊക്കെ ഒരുപോലെയല്ല. മനുഷ്യരുടെ നേരെയുള്ള ഇത്തരം വധശ്രമങ്ങൾ അല്ലെങ്കിൽ വധങ്ങൾ, അതിന് ഒരേ വിധിയല്ല ഇസ്ലാമിലുള്ളത്, ഒരേ രീതിയല്ല. അപ്പം അംദ് പറഞ്ഞെന്താ? ബോധപൂർവ്വം കൊല്ലുക എന്നുള്ളതാ. ഒരു മനുഷ്യനെ വധിക്കാൻ പര്യാപ്തമായ ഒരു ആയുധം കൊണ്ട് വധിക്കണം എന്നുള്ള നീയത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒരാൾ വധിച്ച്, അതിനാണ് എന്ത് പറയുക? അംദ്, ബോധപൂർവ്വം വധിക്കുക എന്ന് പറയാം. ഇപ്പോൾ വാള് അതായിട്ട് ഒരാൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മരിച്ചു. അപ്പോൾ കൊല്ലണം എന്നുള്ള നെയ്യത്തിൽ വാളുകൊണ്ട് വെട്ടിയാൽ എന്തായി? അതാണ് ബോധപൂർവം വധം. ബോധപൂർവം വധം. ഈ ബോധപൂർവം വധം, അതിലാണ് പരലോകത്ത് കടുത്ത ശിക്ഷയാണ്, നരകശിക്ഷ. ദുനിയാവില ബോധപൂർവം വധിച്ചിട്ടുണ്ട് എങ്കിലാണ് ഖിസാസ്. ഖിസാസ് വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് വധിച്ചവൻ എന്തുണ്ട്? പ്രതിക്രിയയിലൂടെ വധിക്കാൻ നിയമമുണ്ട്. അതാണ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലി വലിയിഹി സുൽത്താന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അൻ-നഫ്സു ബിൻ-നഫ്സ് വകതഫ്നാ അലൈഹിം ഫീഹാ അന്ന-നഫ്സ ബിൻ-നഫ്സി വൽ-ഐന ബിൽ-ഐനി വൽ-അൻഫ ബിൽ-അൻഫ് വൽ-ജുറൂഹ ഖിസാസ് വൽ-ഉദ്ന ബിൽ-ഉദ്നി വസ്സിന്ന ബിസ്സിന്നി വൽ-ജുറൂഹ ഖിസാസ്. മനസ്സിലായില്ലേ? ഒരു മനുഷ്യനെ വധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പകരം വധിച്ചവനെ വധിക്കുക. അത് യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല, വധിക്കപ്പെട്ടവരുടെ വിഷയത്തിൽ ഖിസാസിനെ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദ്, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അവിടെ ഒന്നുകിൽ പ്രതിക്രിയയിലൂടെ തിരിച്ചു കൊല്ലാം, അല്ലെങ്കിൽ ദിയ. ദിയ എന്താ? അതാണ് ബ്ലഡ് മണി. അതാണ് നമ്മൾ പറയുന്നത് ബ്ലഡ് മണി. അതിൽ ബ്ലഡ് മണിയിൽ എന്താ അസിൽ? നമ്മൾ പറഞ്ഞത് ഇസ്ലാമിൽ 100 ഒട്ടകമാണ്. മിഅത്ത് മിനൽ ഇബിൽ, 100 ഒട്ടകം. ഇതാണ് അസിൽ. ഈ 100 ഒട്ടകങ്ങൾ അല്ലെങ്കിൽ അതിന് പകരം 200 പശുക്കൾ അല്ലെങ്കിൽ 2000 ആടുകൾ. അതിൻ്റെ സംഖ്യ എത്രയാണ്? ആ സംഖ്യ കൊടുത്താലും മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സംഖ്യ അത് ദീനാറാണ് എങ്കിൽ 800 ദീനാറും, ദിർഹമാണ് എങ്കിൽ എത്ര നമ്മൾ പറഞ്ഞത്? 8000 ദിർഹമാണ്. 8000 ദിർഹമാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ഇത് മാറി. അസിൽ ഒട്ടകാണല്ലോ, ഒട്ടകത്തിന് വിലക്കിട്ട ചെയ്യുക, ഒട്ടകത്തെ വിലക്കിട്ട ചെയ്യുക. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ പറഞ്ഞു ഒട്ടകങ്ങൾക്ക് വില കൂടി. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു 100 ഒട്ടകങ്ങൾക്ക് അതിൻ്റെ ഖീമത്ത് വില 1000 ദീനാർ. 1000 ദീനാർ. അപ്പോൾ എത്ര കൂടി? 200 ദീനാർ കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിലുള്ളതിനേക്കാൾ 200 ദീനാർ കൂടി. ദിർഹമാണ് എങ്കിൽ 12000 ദിർഹം. 12000 ദിർഹം. റസൂലുള്ളാഹിയുടെ കാലത്ത് എത്രയായിരുന്നു? 8000. 4000 ദിർഹം കൂടി. വെള്ളി നാണയങ്ങൾ 1 ദിർഹം കൂടി.
അതിൻ്റേതായ ചില കണക്കുകളുണ്ട്. ഇപ്പം പിന്നെ ഏജ് 40 ഇതിൽ ഗർഭിണികളായിരിക്കണം എന്നല്ലേ. അപ്പോൾ ഇപ്പം അതിൽ പിന്നെ അതിന് കണക്കുണ്ട്. ഇപ്പോൾ ബിന്ത് ലബൂന്, ബിന്ത് മഹാദ്, അതേപോലെ തന്നെ ഹൊക്ക തുടങ്ങി ഒട്ടകങ്ങൾക്ക് ഓരോ പ്രായമുണ്ട്. അപ്പോൾ ബിന്ത് മഹാദ് 30, ബിന്ത് ലബൂൻ 30, ഇങ്ങനെ അതിൻ്റെ പിന്നെ ഇതിനൊക്കെ എണ്ണമുണ്ട്. അതിനൊക്കെ അതിൻ്റേതായ ഏജുണ്ട്. അതൊക്കെ പിന്നെ ദിയ എന്നുള്ള അധ്യായത്തിൽ വിശദീകരിക്കപ്പെടേണ്ട ഒരു ഭാഗമാണത്. ഇവിടെ അതാണ് ബോധപൂർവം വധിക്കുക എന്നുള്ളത്. അതിൻ്റെ ഇത് ഷിബുഹുൽ അംദ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിബുൽ ഹംദെങ്കിൽ ബോധപൂർവമല്ല, പക്ഷേ അത് ബോധപൂർവം എന്ന പോലെയാണ്. അതെങ്ങനെ മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കൽ, ഒരാൾ മറ്റൊരാളുടെ നേരെ ആയുധപ്രയോഗം നടത്തി. ഈ ആയുധം മനുഷ്യനെ കൊല്ലാനുള്ള ആയുധമാണ്. പക്ഷേ ഇയാൾക്ക് എന്ത് നീയത്തില്ല? കൊല്ലണം എന്നുള്ള നീയത്തില്ല. അതാണ് ഞാൻ റസൂലുള്ളാഹിന്റെ മുമ്പിൽ നടന്ന ഒരു സംഭവം പറഞ്ഞില്ലേ. റസൂലെ ഞാൻ കൊല്ലണം എന്ന് ഉദ്ദേശിച്ച് അടിച്ചതല്ല എന്ന് പറഞ്ഞത്. ചാകാൻ വേണ്ടി അടിച്ചിട്ടില്ല. പക്ഷെ അടിച്ച ആയുധം എന്താ? അത് മനുഷ്യനെ കൊല്ലണ ആയുധമാണ്. കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധമാണ്. പക്ഷേ കൊല്ലണം നീയത്തില്ലാതെയാണ് എന്ത് ചെയ്ത് അതടിച്ച്. അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ കൊല്ലണം എന്നുള്ള നീയത്തിൽ തന്നെയാണ് അടിക്കണത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കൊല്ലണം എന്നുള്ള നീയത്തില്ല. പക്ഷേ ആയുധം എന്താണ്? അത് മനുഷ്യനെ കൊല്ലണ രീതിയിലുള്ള ആയുധമാണ്. അതാണ് ഷിബുഹുൽ അംദ്. ഇതിൽ ഖിസാസ് ഇല്ല. ഇതിലെന്തില്ല? ഖിസാസ് ഇല്ല. പിന്നെ ഇതിലെന്താ ഉള്ളത്? ദിയാണുള്ളത്. ബ്ലഡ് മണീൻ്റെ അല്ല. അതാണ് ദായധനാണ് ഇതിലുള്ളത്. പൂർണ്ണമായ ദായധനം. ഇതിനെങ്ങനെയാണോ ദായധനം ദിയ, അതേപോലെയാണ് ഇതിന്. മുഹല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഖ്ലു ഷിബ്ഹിൽ അംദി മുഹല്ലദുൻ ഔക്കമക്കൽ. അതായത് ഷിബുൽ അംദിൻ്റെ അഖൽ എന്ന് പറഞ്ഞാൽ ദിയ, ബ്ലഡ് മണി. അത് പിന്നെ മുഹല്ലദാണ്. 100 ഒട്ടകങ്ങൾ അതിൻ്റെ വില. അതാണ് ഇവിടെയും എന്തുള്ളത്? നൽകേണ്ടത് ഖിസാസിൽ. ഖത എന്ന് പറഞ്ഞാൽ എന്താ? അബദ്ധത്തിൽ കൊല്ലലാണ്. അബദ്ധത്തിൽ കൊല്ലലാണ് ഖത. എങ്ങനെയാണ് അബദ്ധത്തിൽ കൊല്ലുക? എൻ്റെ ഒരു ഉദാഹരണം എന്താ? ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരാളെന്ത് ചെയ്ത് വേട്ടയാടാണ്. അപ്പോൾ അയാൾ അമ്പ ചെയ്ത്, അയാളെ വിചാരം എന്താ? ഉരുവാണെന്നുള്ള നിലക്കാണ് അമ്പ ചെയ്തത്. പിന്നെ നോക്കുമ്പോൾ അത് കൊണ്ടതോ ഒരു മനുഷ്യനാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഒരാളെന്ത് ചെയ്ത്, ഇപ്പോൾ ആക്സിഡൻറ്റ് കേസുകളിൽ ചിലതും ഒരേപോലെ ആവില്ല. എത്രയും മനുഷ്യന്മാർ നമ്മൾ ജയിലിൽ താഴത്തിന് വന്ന ആളുകളാണ്. പക്ഷേ അബദ്ധത്തിൽ ഉണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ലാ. മനുഷ്യൻ്റെ ജീവൻ നമ്മളുടെ കയ്യാൽ ഹനിക്കപ്പെടുന്ന വലിയ അപകടമാണത്. ഏതായാലും അതൊക്കെയാണ് ഖത, അബദ്ധം. അബദ്ധത്തിൽ വധിച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഒരാളുടെ കയ്യാൽ അബദ്ധത്തിൽ മറ്റൊരാൾ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഒരു മുഅ്മിനെ അബദ്ധത്തിൽ കൊന്നു എങ്കിൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിനത്തിൻ, ഒരു മുഅ്മിനായ അടിമയെ മോചിപ്പിക്കണം. വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി ഇല്ലാ അൻ യസദ്ദഖു. ഈ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ദിയത്തുൻ മുസല്ലമ എന്ത് ചെയ്യണം? ഒരു ദിയ നൽകണം. ഇല്ലാ അൻ യസദ്ദഖു, അവർ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അല്ലാതെ. ഫൈൻ കാന മിൻ ഖൗമിൻ അദുവിൻ ലക്കും വഹുവ മുഅ്മിൻ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന വൈൻ കാന മിൻ ഖൗമിൻ ബൈനക്കും വബൈനഹും മീസാഖുൻ വദിയത്തുൻ മുസല്ലമത്തുൻ അഹ്ലിഹി വതഹരീറു റഖബത്തിൻ മുഅ്മിന ഫമൻ ലം യജിദ് ഫസിയാമു ഷഹ്റൈനി മുതതാബിഈൻ. അവിടെ എന്താ പറയുക? ഖതയിലാണ് എങ്കിൽ എന്താ? അബദ്ധത്തിലാണ് എങ്കിൽ വധിക്കപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് എന്ത് കൊടുക്കണം? ഒരു ദിയ മുഴുവനായിട്ട് കൊടുക്കണം. ദിയ 100 ഒട്ടകങ്ങൾ അതിൻ്റെ സംഖ്യ ദിയയായിട്ട് കൊടുക്കണം, ദായധനായിട്ട് കൊടുക്കണം. മാത്രമല്ല ദിയയും ഉണ്ട്, പിന്നെ എന്തുണ്ട്? കഫാറത്തും ഉണ്ട്. ദിയ ഉണ്ട്, കഫാറത്തുണ്ട്. എന്താ കഫാറത്ത്? കഫാറത്ത് പ്രായശ്ചിത്താണ്. ഒന്നുകിൽ ഒരു മുഅ്മിനായ അടിമയെ അയാൾ മോചിപ്പിക്കണം. അതില്ല എങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം. അപ്പോൾ ദിയത്തുണ്ട്, അതേപോലെ തന്നെ കഫാറത്തും ഉണ്ട്. ഏതിൽ? ഖതയിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അബദ്ധത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഈ ദിയ എന്തല്ല? ആ ദിയ മുഹല്ലമായ ദിയല്ല. 100 ഒട്ടകങ്ങൾ മതി. അതിൽ 4 ഗർഭിണികൾ എന്നുള്ള എന്തില്ല? കണിശത ഇല്ല.
ആ 40 എണ്ണം. പക്ഷേ കഫാറത്തുണ്ട്. ഇതാണ് ഖത. ഷിബുഹുൽ ഖത എന്ന് പറഞ്ഞിട്ടൊരു ഇനം അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഷിബുഹുൽ ഖത അത് ചില പണ്ഡിതന്മാർ അതിനനുസരിച്ച് വിധിക്കാറുമുണ്ട്. ഷിബുഹുൽ ഖത എന്താ? ഷിബുഹുൽ ഖത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ചിലത് ഇപ്പോൾ നമ്മളിവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ റിയാദിൽ ഒരാൾ വണ്ടി ഓടിക്കുകയാണ്. അയാൾ വണ്ടി ഓടിച്ചപ്പോൾ അയാൾ ഉറങ്ങിപ്പോയി. ആക്സിഡൻ്റായി, ഭാര്യയും മക്കളും മരിച്ചു. ഭാര്യയും മക്കളും മരിച്ചു. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അല്ലേ, ഭാര്യയും മക്കളും മരിച്ചു. അതിൽ അയാളോട് ജഡ്ജി പറഞ്ഞത് അയാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കാനാണ്. അയാൾ രക്ഷപ്പെട്ടു, ഒരു മരിച്ചു. അതിന് ഈ ഷിബുഹുൽ ഖതയിലാണ് പറയുക. അത് അബദ്ധം എന്ന് പറയാൻ പറ്റൂല, പക്ഷെ എന്നാലോ അതിനോടൊരു സാദൃശ്യമുണ്ട്. കാരണം ഇയാൾ ഉറങ്ങിപ്പോയി. അതേപോലെ തന്നെ ഒരാളുടെ വിഷയത്തിൽ പിന്നെ ഇപ്പോൾ സ്ത്രീൻ്റെ ഒരു കേസ്, എൻ്റെ ഇത് ഒരു ചോദ്യം വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ വീട്ടിൽ ചില അപകടങ്ങൾ നടക്കാറുണ്ട്. അതിൻ്റെ കാരണം ഉമ്മമാരുടെ അശ്രദ്ധയായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ ശ്രദ്ധിക്കേണ്ടവരുടെ അശ്രദ്ധയായിരിക്കും. ഇപ്പോൾ വെള്ളം നിറച്ച് വെക്കും. കുട്ടികൾ വലിയ പാത്രത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കഴിയുന്ന പ്രായമാണെങ്കിൽ എന്തെങ്കിലും കുട്ടികളേക്ക് വീണിട്ടൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ലാ, അങ്ങനെ ചില പ്രയാസങ്ങൾ വരും. മനസ്സിലായില്ലേ? അപ്പോൾ അതിലൊക്കെ ചിലപ്പോൾ 2 മാസം നോമ്പെടുക്കാൻ പറയും. ആരോട്? പിന്നെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവരോട്. അതിനെ ഷിബുഹുൽ ഖതയിൽ എണ്ണീട്ട് ഇതിന് ദിയല്ല, പക്ഷേ അതിലെന്തുണ്ടാവും? ഒരു പ്രായശ്ചിത്തമായിട്ട് നോമ്പെടുക്കാൻ വേണ്ടിയിട്ട് പറയും. പക്ഷെ അതൊരു ഗവേഷണാത്മകമായിട്ടുള്ളൊരു വിഷയമാണ്. വിശുദ്ധ ഖുർആൻ്റെയും അതേപോലെ തന്നെ ഹദീസിൻ്റെയും വ്യക്തമായ നസ്സുകളിലുള്ളത് അംദ്, ബോധപൂർവ്വമുള്ള വധം, അതേപോലെ ഷിബുഹുൽ അംദ്, അതേപോലെ തന്നെ ഖത, ഇതിനാണ്. അതിലാണ് ഖിസാസ് അല്ലെങ്കിൽ ദായധനം തുടങ്ങിയതായി വിഷയം. അതേപോലെ ദായധനവും കഫാറത്തും ഒക്കെ അതിലാണ് പറയപ്പെട്ടുള്ളത്. ഓരോ വിഷയങ്ങളും ഇപ്പോൾ ഖിസാസ് ഇതിപ്പോൾ മനുഷ്യവധത്തിൻ്റെ വിഷയത്തിലുള്ളതായ ഖിസാസിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗങ്ങളാണ്. ഇതേപോലെ ഖിസാസിൽ എന്തുണ്ട്? വധമല്ലാതെ മറ്റ് ഇതുണ്ടല്ലോ, അവയവങ്ങൾ നഷ്ടപ്പെടുത്തൽ, അതേപോലെ അവയവങ്ങളുടെ ധർമ്മം നഷ്ടപ്പെടുത്തൽ, മുറിവേൽപ്പിക്കൽ. അതും നമ്മളുടെ ശരീരത്തിൽ മാത്രമുള്ളതല്ല, പൂർവ്വകാല ശരീരത്തിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആയത്തിൽ പറഞ്ഞ് വക്കതബ്ന അലൈഹിം ഫീഹ, വേദക്കാർക്ക് വേദത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? തൗറാത്തിൽ വിധിച്ചിട്ടുണ്ട്. എന്താ വിധിച്ചത്? അന്നൻ നഫ്സ ബിൻ നഫ്സി വൽ ഐന ബിൽ ഐനി വൽ അൻഫ ബിൽ അൻഫി വൽ ഉദുന ബിൽ ഉദുനി വസ്സിന്ന ബിസ്സിന്നി വൽ ജുറൂഹ ഖിസാസ്. കണ്ണിന് പകരം കണ്ണ് കൊടുക്കണം, കാതിന് പകരം കാത് കൊടുക്കണം, മൂക്കിന് പകരം മൂക്ക് കൊടുക്കണം, പല്ലിന് പകരം പല്ല്. വൽ ജുറൂഹ ഖിസാസ്, അതേപോലെ തന്നെ മുറിവുകൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എന്തുണ്ട്? ഖിസാസ് ഉണ്ട്. അപ്പോൾ ഇസ്ലാമിലും എന്തുണ്ട്? അതേപോലെ തന്നെ ഈ ഇത്തരം മുറിവേൽപ്പിക്കൽ, അവയവങ്ങൾ നഷ്ടപ്പെടുത്തൽ, അതേപോലെ തന്നെ ധർമ്മം നഷ്ടപ്പെടുത്തൽ, അതിലൊക്കെ എന്തുണ്ട്? ഖിസാസ് ഉണ്ട്. അതിലൊക്കെ ഖിസാസ് ഉണ്ട്. ബദർ യുദ്ധത്തിൽ സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനോട് പ്രതിക്രിയ ആവശ്യപ്പെട്ടൊരു സംഭവമുണ്ട്. എന്താ? ബദർ യുദ്ധത്തിൽ റസൂലുള്ളാഹി അണി ശരിയാക്കുകയാണ്. സഫ് ശരിയാക്കുമ്പോൾ സവാദ് ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട് സഫിൽ. അപ്പോൾ റസൂലുള്ളാഹി തൻ്റെ കയ്യിലുള്ള അമ്പുകൊണ്ടാണ് അണി ശരിപ്പെടുത്തുന്നത്. അപ്പോൾ സവാദിൻ്റെ വയറിന് തോണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞ് ഇസ്തവിയ സവാദ് നേരെ നിൽക്കുമെന്ന് പറഞ്ഞു വരിയിൽ. അപ്പോൾ ഉടനെ സവാദ് പറയാണ്, അദ്ദേഹത്തിന് മേലെ വസ്ത്രം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സവാദ് പറയാണ് ഔജഅതനി യാ റസൂലുള്ളാഹി, നിങ്ങളെന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പ്രതിക്രിയ ചെയ്യണം എന്നാണ് പറഞ്ഞത്. നിങ്ങളോട് എനിക്ക് പ്രതിക്രിയ ചെയ്യണം എന്ന് പറഞ്ഞു. കണ്ട, എന്തേ ചെയ്തിട്ടുള്ളൂ? ഒരു ആയുധം കൊണ്ട് അമ്പുകൊണ്ട് ഇങ്ങനെ അമ്പുകൊണ്ട് തോണ്ടിയിട്ടുള്ളൂ, മുറിവൊന്നുമില്ല, പക്ഷേ വേദന ഉണ്ടാക്കി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നസ്തഖിദ്, പ്രതിക്രിയ ചെയ്യാൻ പറഞ്ഞിട്ട് റസൂലുള്ളാഹി നിന്നോടുത്ത്
ബദർ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. ആ നിർണായക ഘട്ടത്തിൽ നിന്നു കൊടുത്ത്. അപ്പോൾ സവാദ് പറയണ റസൂലെ, നിങ്ങൾ എന്നെ ആയുധം കൊണ്ട് തോണ്ടിയപ്പോൾ അവിടെ എന്തുണ്ട്? തോണ്ടിയപ്പോൾ എനിക്ക് കുപ്പായല്ല, ഞാൻ കുപ്പായിട്ടില്ല, എൻ്റെ വയറ്റത്ത് നേരിട്ടാണ് തോണ്ടിയത്, നിങ്ങൾ കുപ്പായിട്ടാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കുപ്പായം പൊക്കാൻ പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുപ്പായം പൊക്കി കൊടുത്ത്, വയറ് കാണിച്ചു കൊടുത്ത്. അപ്പോൾ സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ അണച്ചു കൂട്ടിയിട്ട് എന്ത് ചെയ്ത് റസൂലുള്ളാഹിനെ അവിടെ വെച്ച് ഉമ്മം കൊടുത്ത്, റസൂലുള്ളാഹിനെ മുത്തി. അപ്പോൾ എന്താണ് സവാദ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, റസൂലെ, നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന രംഗം ഞാൻ മനസ്സിൽ കാണുകയാണ്. ഞാൻ എൻ്റെ നിശ്വാസങ്ങൾ സമയങ്ങൾ എണ്ണാണ്, അതുകൊണ്ട് എൻ്റെ അവസാനത്തെ ബന്ധം അത് നിങ്ങൾക്കൊരു ഉമ്മം തന്നുകൊണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങളെ പ്രതിക്രിയ നടത്താനല്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനോട് പ്രതികരിച്ച് സവാദ് ഇബ്നു ഖസിയ റളിയല്ലാഹു തആല അൻഹു ബദറിൽ പിന്നീട് പോരാടി അദ്ദേഹം ബദറിലെ ഷഹീദാണ്. ഏതായാലും ഇവിടെ ഖിസാസ് ആ വിഷയത്തിൽ വരെ മനസ്സിലായി, അത് ഇസ്ലാമിലുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത് ഖിസാസ് നടത്തുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ഈ മുറിവുകൾ, അതേപോലെ തന്നെ ഈ അവയവങ്ങളെ നഷ്ടപ്പെടുത്തൽ, അതേപോലെ ധർമ്മം നഷ്ടപ്പെടുത്തൽ എന്നുള്ളതിലൊക്കെ എന്തുണ്ട്? ഖിസാസ് ഉണ്ട്. അതും വിശദീകരിക്കപ്പെടേണ്ട ഒരു ഭാഗമാണ്. ഖിസാസിൽ ഇപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവയവങ്ങൾ മുറിവേൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അവയുടെ ധർമ്മം നടത്തിയിട്ടോ ഒരാൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റൊരാളോട് അതിക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്തുണ്ട്? അതിനും ഖിസാസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ തല, മുഖം, അതിൽ മുറിവേൽപ്പിക്കുക അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കുന്നതിൽ 10 രീതി ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. 10 രീതി. ഈ 10 രീതികൾക്കും അതിൻ്റേതായ വിധികളും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തലയിൽ മുറിവേൽപ്പിക്കുമ്പോൾ ഒന്നുകിൽ അതിനെ ഹാരിസ എന്ന് പറയും. ആ മുറിവ് അത് വെറും തൊലി അറക്കലാണ്, രക്തം പൊടിയാതെ തൊലി അറക്കുക. ദാമിയ എന്ന് പറയും, തൊലി പൊട്ടി രക്തം ഒലിച്ച്. ബാദിയ എന്ന് പറയും, തൊലി പൊട്ടി രക്തം ഒലിച്ച് അത് മാംസത്തിലേക്ക് കിടന്ന്. മുത്തലാഹിമ എന്നറിയും, അത് മാംസത്തിലേക്ക് ആഴ്ന്നു പോയാൽ, തലയിൽ മുഖത്ത് തലയിൽ. സിംഹാക്ക് എന്ന് പറയും, ആഴ്ന്ന് അത് എല്ലിൻ്റെയും മാംസത്തിൻ്റെ ഇടയിലൊരു നേർത്ത സ്ഥലം അല്ലേ, പാട, അത് കാണും വിധം, അത് വേദിച്ചിട്ടില്ല, അത് കാണും വിധം. ഇതൊക്കെ തലയിൽ മാത്രം ഏൽക്കുന്ന മുറിവുകൾ, അതിലൊരു ഭാഗമാണ് ഇതിൻ്റെ വിഷയം. അതേപോലെ തന്നെ മുവദ്ദിഹ എന്ന് പറയും, അതേപോലെ ഹാഷിമ, മുനഖില, മഅ്മൂമ, ദാമിഗ. ഇതും തലയിലേൽക്കുന്ന മുറിവുകൾ. ഇതിന് തുടർന്നുള്ള സ്റ്റേജുകളാണ്. മുവദ്ദിഹ എന്ന് പറഞ്ഞാൽ തൊലി പൊട്ടി, തൊലി സ്ഥലം ഉണ്ടല്ലോ, മാംസത്തിൻ്റെയും എല്ലിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലം പൊട്ടി. ഹാഷിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തൊലി പൊട്ടി എല്ല് പൊട്ടി, പിന്നെ തലയിൽ എല്ല് പൊട്ടി മുഖത്ത്. മുനഖില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് സ്ഥാനം തെറ്റി, പ്രഹരത്താൽ എല്ല് സ്ഥാനം തെറ്റി. മഅ്മൂമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിനെ ഭേദിച്ച് തലച്ചോറിലേക്ക് എത്തി. ദാമിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിലേക്ക് മുറിവ് കയറി. ഇതൊക്കെ ഓരോ പ്രത്യേക സ്വഭാവങ്ങളാണ് മുറിവുകൾ. തലയോടൊരാൾ ചെയ്യുന്ന അതിക്രമത്തിൻ്റെ പ്രത്യേക ഓരോ മുറിവുകളുടെ പേരുകളാണ്. ഹദീസുകളിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഖവദ ഫിൽ മഅ്മൂമതി വൽ മുവദ്ദിഹതി വൽ ജായിഫ. ജായിഫ എന്ന് പറഞ്ഞാൽ ദാമിഗ. അതായത് മുവദ്ദിഹയിലും മഅ്മൂമയിലും ജായിഫയിലും ഖവദില്ല, ഖിസാസില്ല എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊക്കെ റസൂലുള്ളാഹി പരിഗണിച്ചിട്ടുണ്ട്, ഈ മുറിവുകളൊക്കെ. മുവദ്ദിഹ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലിൻ്റെയും പിന്നെ മാംസത്തിൻ്റെ ഇടയിലുള്ള സ്ഥലം പൊട്ടുക എന്നാണ്. എല്ലിനെ കാണിക്കും വിധം ആ സ്ഥലം വേദിക്കപ്പെടുകയാണ്. മഅ്മൂമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ല് പൊട്ടിയിട്ട് തലച്ചോറിലേക്ക് എത്തുകയാണ്. തലച്ചോറിലേക്ക് എത്തിയിട്ടില്ല, മുറിവ് ഉള്ളിലേക്ക് പറ്റിയിട്ടില്ല, പക്ഷേ എല്ല് പൊട്ടി തലച്ചോറിലേക്ക് എത്തി. ദാമിക എന്ന് പറഞ്ഞാൽ തലച്ചോറിലേക്ക് പോയി. ജായിഫ എന്ന റസൂലുള്ള പ്രയോഗിച്ചു. ജായിഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലച്ചോറിലേക്ക് എത്തുന്നതായാലും ശരി, ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുന്നതായാലും ശരി. ഇപ്പോൾ ശരീരത്തിൽ കുത്തിയിട്ട് മുറിവ് ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ജായിഫ എന്ന് പറയും. അത് തലയിലാകുമ്പോൾ അതിന് ദാമിക എന്ന് പറയും.
റസൂലുള്ള പറയാനില്ല കവദ്, അതിൽ എന്തില്ല? കവദില്ല. കവദില്ല എന്ന് പറഞ്ഞാൽ ഖിസാസ് ഇല്ല എന്നർത്ഥം. എന്തുകൊണ്ട് അതിൽ ഖിസാസ് ഇല്ല എന്ന് പറഞ്ഞ്? അതിൽ ഖിസാസ് ഇല്ല എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കണം ഖിസാസ്, പ്രതിക്രിയ കൃത്യമായിരിക്കണം. ഇതെല്ലാം എങ്ങനെ പ്രതിക്രിയ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല. ഒരാൾക്ക് അയാളുടെ തലയിലേക്ക് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ പിന്നെ വയറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും അതേപോലെ മുറിവേൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിലൊന്നും പ്രതിക്രിയ ഇല്ല എന്ന് പറഞ്ഞു, ഖിസാസ് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഉള്ളത് ദിയയാണ്. അതുകൊണ്ട് ഈ 5 അതിക്രമങ്ങൾക്ക് അതിൻ്റെ വിധി ഫുഖഹാക്കൾ പറഞ്ഞത് ഹുക്കൂമയാണ് അതിൽ എന്നാണ്. ഹുക്കൂമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡോക്ടർമാർ ഈ മുറിവിൻ്റെ പിന്നെ ചികിത്സ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു വില കാണും. ആ വില ഫൈനായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചിലതൊക്കെ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, സഹാബികളുടെ ഫത്വയിലും വന്നിട്ടുണ്ട്. മുഅദ്ദിഹയെ സംബന്ധിച്ചിടത്തോളം 5 ഒട്ടകങ്ങൾ, ഹാഷിമിയെ സംബന്ധിച്ചിടത്തോളം 10 ഒട്ടകം, മുനക്കിലയിൽ 15 ഒട്ടകം. ഈ മഅ്മൂമയും ദാമികയും എന്നാൽ തലച്ചോറിലേക്ക് എത്തിയ കേസാണ്. അതുകൊണ്ട് തന്നെ സുലുസുദ്ദിയ എന്നതിന് പറയാം. സുലുസുദ്ദിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. സുലുസുദ്ദിയ, അതായത് സുലുസുദ്ദിയ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ഒരു ദിയ എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ദിയ 100 ഒട്ടകമാണ്. സുലുസുദ്ദിയ എന്ന് പറഞ്ഞെങ്കിൽ 33 ഒട്ടകവും ഒരൊട്ടകത്തിൻ്റെ 1/3 എന്നാണ്. 33 ഒട്ടകങ്ങളും ഒരൊട്ടകത്തിൻ്റെ 1/3 ഭാഗമാണ് പിന്നെ ഈ സുലുസുദ്ദിയ. അതെത്രയാണോ അതിന് വില കണ്ടിട്ട് ആ വിലയാണെന്ത് പിന്നെ അതിൻ്റെ ദിയ. അപ്പോൾ ഇത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതിൻ്റെ കർമ്മശാസ്ത്ര വിഷയം പറയാനല്ല, അങ്ങനെയാണെന്ന് ഇത് പിന്നെ തീരൂല, പറഞ്ഞു തീരില്ല. ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീഅത്തിൽ അതിൻ്റെ സൂക്ഷ്മതയാണ്. ഇസ്ലാം സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തിട്ട് ഇത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ നോക്കി നിങ്ങൾ ആ പ്രയോഗം ഹദീസിലെ പ്രയോഗങ്ങളിൽ ഓരോ മുറിവുകളും റസൂൽ എന്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകം പരിഗണിച്ചിട്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഉദാഹരണം ഇവിടെ എഴുതിയിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ പിന്നെ ഓരോ പിന്നെ ഖിസാസിൻ്റെ വിഷയത്തിൽ ഇസ്ലാം അത് ശ്രദ്ധിച്ചത്, എന്നിട്ട് അതിൽ അതിൻ്റേതായ വിധികൾ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഗമാണ്, ലോകം മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയമാണ്. റുബയ്യ ബിൻത്ത് മുഅവ്വദ് പിന്നെ എന്ത് ചെയ്തു? ഒരു പെണ്ണിൻ്റെ പല്ല് പൊട്ടിച്ച് സനിയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിലെ 4 പല്ലുകളിൽ ഒരു പല്ല് പൊട്ടിച്ച്. റുബയ്യ റളിയല്ലാഹു തആല പെണ്ണാണ്. അനസ് ബിൻ നദറിൻ്റെ പെങ്ങളാണ് റുബയ്യ. അങ്ങനെ റുബയ്യ അതിക്രമിച്ച ആ പെണ്ണിൻ്റെ ബന്ധുക്കൾ വന്ന് റസൂലുള്ളാഹിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് അവർ ഖിസാസ് ആവശ്യപ്പെട്ട്. അപ്പോൾ ആ വിഷയത്തിൽ അനസ് ബിൻ നദർ സംസാരിച്ച് റസൂലുള്ളാഹിനോട്. അതായത് എങ്ങനെ പെങ്ങളെ അതിന് പല്ലിന് പകരം പല്ലാണ്, അതിൽ ഖിസാസ് പറ്റും ചെയ്യും. കാരണം എന്താ, ഒരു പല്ലിന് പകരം ഒരു പല്ല് പോക്കുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനസ് ബിൻ നദർ സംസാരിച്ച്. അപ്പോൾ റസൂലുള്ള പറഞ്ഞ്, അനസ് കിതാബുല്ലാഹ് അൽ ഖിസാസ്, അള്ളാഹിൻ്റെ വിധിയാണ് ഖിസാസ്, അത് നടപ്പിലാവും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു പ്രാർത്ഥിച്ചു അള്ളാഹിനോട്. പിന്നെ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, അനസ് ഈ ഖൗമ് നിൽക്കുകയാണ്, ഈ പല്ല് നഷ്ടപ്പെട്ട പെണ്ണിൻ്റെ ഖൗമ് നിൽക്കുകയാണ്. റസൂലുള്ള അനസിൻ്റെ ഷഫായത്ത് എന്ത് ചെയ്യണത്? പെങ്ങൾക്ക് വേണ്ടിയിട്ട് വാദിക്കണതിനെ തിരസ്കരിക്കണം, പറയണം അള്ളാഹിൻ്റെ കിതാബിൽ ആണ് ഖിസാസ്, അത് നടപ്പിലാവും എന്ന് പറഞ്ഞു. അത് റസൂലുള്ള ആ പ്രതികരിച്ചത് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്ത്, അവർ ഉടനെ മാപ്പ് കൊടുത്തു. ഉടനെ എന്ത് ചെയ്തു, ഇവർക്ക് മാപ്പ് കൊടുത്തു. ഈ റുബയ്യാന് അവർ മാപ്പ് കൊടുത്തു. ഖിസാസ് അവർ ആവശ്യപ്പെട്ടില്ല. ഏതായാലും അവിടെ കണ്ടോ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ആ പിന്നെ അള്ളാഹുവിൻ്റെ വിധി ഖിസാസ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഏത് വിഷയത്തിൽ? അവയവങ്ങളുടെ വിഷയത്തിൽ. കുറേ ഉദാഹരണങ്ങൾ, കുറേ ചരിത്രങ്ങൾ ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ വളരെ സൂക്ഷ്മമായിട്ടാണിത് മതത്തിൽ പരാമർശിക്കപ്പെട്ടുള്ളത്. അത് പ്രയോഗവൽക്കരിക്കേണ്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഓരോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പിന്നെ ഓരോ പിന്നെ ഇതിപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇരട്ട അവയവങ്ങൾ ഉണ്ട്, ഒരവയവത്തിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ ധർമ്മം നഷ്ടപ്പെടുത്തി, കണ്ണിൻ്റെ കാഴ്ച കടത്തി എങ്കിൽ നിസ്ഫുദ്ദിയ 50 ഒട്ടകങ്ങൾ
അതാണ് അതിൻ്റെ ദിയ പറഞ്ഞത്. അതേസമയം ഒറ്റ അവയവേ ഉള്ളൂ, അതിൻ്റെ ധർമ്മം നഷ്ടപ്പെടുത്തി. ഇപ്പോൾ ഒരാളുടെ മൂക്ക് ഒരു ഹദീസിൽ സംഭവത്തിൽ കാണാം, മൂക്ക് നഷ്ടപ്പെടുത്തി, അതിൻ്റെ ധർമ്മം പറ്റക്കെടുത്തി, മൂക്ക് പോയി. അപ്പോൾ പൂർണ്ണമായൊരു ദിയാണ് വിധിച്ചത്, പൂർണ്ണമായിട്ടുള്ള ഒരു ദിയ വിധിച്ചു. ഇതേപോലെ പിന്നെ ഓരോ അവയവങ്ങളുടെയും വിഷയത്തിലുള്ളതായ ഹുക്കുമുകൾ ഉണ്ടല്ലോ. ഖിസാസ് നടപ്പിലാക്കുന്നതിൽ ഖിസാസ് നടപ്പിലാക്കാൻ പറ്റാത്തതിൽ ദിയ, അല്ലെങ്കിൽ ഖിസാസ് ആവശ്യമില്ലാതെ മാപ്പ് കൊടുക്കുന്ന ദിയ ആവശ്യപ്പെടുന്ന വിഷയത്തിൽ അതിൻ്റെ ദിയ അതെങ്ങനെയാണ്, എത്രയാണ് എന്നുള്ളതൊക്കെ ഇസ്ലാമിക ശരീഅത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതാണ് പിന്നെ ഖിസാസുമായി ബന്ധപ്പെട്ടുള്ളതായ ഒരു മൊത്തത്തിൽ ഒരു പരാമർശം. പിന്നെ ഹുദൂദ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുദൂദ് എന്ന് പറഞ്ഞാൽ ഖിസാസ് പടപ്പുകളുടെ അവകാശമാണ്. അതുകൊണ്ട് ഇത് നടപ്പിലാക്കണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ആരാണ്? പടപ്പുകളാണ്. ഹുദൂദ് അള്ളാൻ്റെ അവകാശമാണ്. എന്ന് പറഞ്ഞാൽ ഹുദൂദ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ചില നിർണിത ശിക്ഷകൾ, അതിൻ്റെ ശിക്ഷ അള്ളാഹു, നിർണിത കുറ്റങ്ങൾ, അതിൻ്റെ ശിക്ഷ അള്ളാഹു അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം മദ്യപാനിക്ക് എത്ര അടിയാ? 40 അടി അല്ലേ? അതാണ്. അതേപോലെ തന്നെ അപവാദ പ്രചരണം നടത്തിയ ഒരാൾ, ഖദ്ഫ്, പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ചൊരു അപവാദ പ്രചരണം നടത്തി, എത്ര അടിയാ? 80 അടി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ്. അതേപോലെ തന്നെ വ്യഭിചരിച്ചു, അവിവാഹിതനാണ് എങ്കിൽ എത്ര അടിയാ? 100 അടി, 1 വർഷം നാട് കടത്തൽ അല്ലേ? വിവാഹിതയാണെങ്കിൽ എറിഞ്ഞുകൊല്ലൽ. അത് ഹദ്ദാണ്. അള്ളാഹു നിർണിത ശിക്ഷ നിർണയിച്ച് അവതരിപ്പിച്ചതായ പിന്നെ വിധിയാണ്. അതേപോലെ തന്നെ ഒരാൾ മോഷ്ടിച്ചത് ഒരാൾ ഭദ്രമായി വെക്കപ്പെട്ട ഒരു സാധനം, സൂക്ഷിച്ചു വെക്കപ്പെട്ട സാധനം കുത്തി തുറന്ന് പിന്നെ മോഷ്ടിച്ചു. അതിൻ്റെ തുക ഇപ്പോൾ ഒരു റുബുഅ് ദീനാർ അല്ലെങ്കിൽ 3 ദിർഹം വിലയുള്ള സാധനമാണ് സൂക്ഷിച്ചു വെക്കപ്പെട്ടിടത്തുനിന്ന് കുത്തി തുറന്ന് അതെടുത്തിട്ടുള്ളത് എങ്കിൽ അയാളുടെ പേരിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടും. അയാളുടെ കൈ കൊത്തും. പക്ഷേ ഒറ്റയടിക്കല്ല, അതിനൊക്കെ നോക്കും. ഇപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പട്ടിണി പരന്ന നാളുകളിൽ ഉമർ പിന്നെ ഈ മോഷ്ടാക്കളുടെ കൈവെട്ടിയിരുന്നില്ല. കാരണം പിന്നെ പട്ടിണി കാരണത്താൽ വിശപ്പ് സഹിക്കാതെ ചിലരെന്ത് ചെയ്തിട്ടുണ്ട്, അന്യരുടേതെടുത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളുടെ ശിക്ഷയല്ല. ഇതൊക്കെ ഒറ്റ അടിക്കുള്ളതല്ല, അതിൻ്റേതായ ചില നിയമങ്ങൾ ഇതുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു മൊത്തത്തിൽ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ മോഷണത്തിന് കൈകൊത്തൽ, അതേപോലെ തന്നെ വ്യഭിചാരിയുടെ ശിക്ഷ, അപവാദ പ്രചരണത്തിനുള്ള ശിക്ഷ, മദ്യപാനിക്കുള്ള ശിക്ഷ ഉണ്ടല്ലോ. ഇങ്ങനത്തതൊക്കെയാണെന്ത്? ഹുദൂദുകൾ. അത് അള്ളാഹുവിൻ്റെ അവകാശം, അള്ളാഹുവിൻ്റെ ഹക്കാണ്. അത് ഇസ്ലാമിക കോടതിയിലെത്തിയാൽ അതിലെന്ത് ചെയ്യണം? ശിക്ഷ നടപ്പിലാക്കപ്പെടണം. കോടതിയിലെത്തിയിട്ടില്ലെങ്കിലും അതിൽ ശിക്ഷ നടപ്പിലാക്കാൻ ആളുകൾക്ക് അവകാശമല്ല. കോടതിയിലെത്തിയാലാണ് ശിക്ഷ നടപ്പിലാക്കേണ്ടത്. പിന്നെ അത് അള്ളാഹു ആ ദാസനും തമ്മിലുള്ള ഇടപാടാണ്. അള്ളാഹു അയാൾക്ക് പുറത്താൽ, വിശ്വാസിയാണെങ്കിൽ പുറത്താൽ അയാൾക്കായി. അതല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അയാൾക്ക് അതിനുള്ള ശിക്ഷ അള്ളാഹിൻ്റെ അടുക്കൽ വെച്ച് ലഭിക്കുകയും ചെയ്യും. അതാണ് ഹുദൂദുകൾ. തഅ്സീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒരു നിർണിത ശിക്ഷ പറഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ പ്രായശ്ചിത്വമല്ല. അങ്ങനെ ചില തെറ്റുകളുണ്ട്. നമ്മൾ പറഞ്ഞില്ല, ചില തെറ്റുകൾക്ക് ശിക്ഷ ഉണ്ട്. അതിന് നമ്മൾ ഉദാഹരണം പറഞ്ഞു. ചില തെറ്റുകൾക്ക് ശിക്ഷ അല്ല, പക്ഷേ പ്രായശ്ചിത്തമുണ്ട്. ഇപ്പോൾ റമളാൻ്റെ പകലിൽ വിശ്വാസികൾ നോമ്പുകാരായിരിക്കും ബന്ധപ്പെട്ട്, അത് നല്ല കാര്യം. ആ ഏർപ്പാട്, ഒരാൾ ഭാര്യനെ പ്രാപിച്ച് റമളാൻ്റെ പകലിൽ, 2 നോമ്പുകാരാണ്. അതെന്താ? മഹാകുറ്റാണ്. പ്രാപിച്ചത് ഭാര്യനെ നാട്ടുകാരില്ല. പൊന്നും സൂചി കൊണ്ട് കുത്തിയാലും കണ്ണുവിട്ടു അല്ലേ? നോമ്പിൻ്റെ പവിത്രത കെടുത്തി. അത് കാരണത്തിൽ മഹാകുറ്റാണ്. പക്ഷേ ആ കുറ്റത്തിന് ശിക്ഷ പറഞ്ഞിട്ടില്ല. വടിയെടുത്ത് തല്ലാനോ അല്ലെങ്കിൽ വല്ല എറിയാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെന്താ പറഞ്ഞത്? അവർക്ക് പ്രായശ്ചിത്താണ്. അവർ വീണ്ടും പ്രാപിക്കുന്നതിന് മുമ്പായിട്ട് 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം, അല്ലെങ്കിൽ ഒരു അടിമനെ മോചിപ്പിക്കണം, 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുക്കണം, അല്ലെങ്കിൽ 60 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ചില തെറ്റുകൾ അതിന് കഫാറത്തുണ്ട്. ഇപ്പോൾ ഇഹ്റാമിലായിരിക്കെ ഭാര്യനെ പ്രാപിക്കാൻ പാടില്ല. ഒരാൾ ഇഹ്റാമിലായിരിക്കെ ഭാര്യനെ പ്രാപിച്ചാൽ അത് വലിയ തെറ്റാണ്. പക്ഷേ അതിന് പകരം എന്താ ഉള്ളത്? അതിന് പകരം ശിക്ഷ അല്ലുള്ളത്, കഫാറത്താണുള്ളത്. പക്ഷെ കഫാറത്തും ഹദ്ദും ശിക്ഷയും ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. വ്യഭിചാരിയാണ് എറിഞ്ഞു കൊല്ലേണ്ടത്, അല്ലെങ്കിൽ 100 അടി അടിക്കേണ്ടത്.
ഒരാൾ വ്യഭിചരിച്ചില്ല, ഒരു അന്യ പെണ്ണിനോടൊപ്പം ഒരാൾ എന്ത് ചെയ്യാണ് ഒരു റൂമിൽ, അത് നല്ല കാര്യം തെറ്റാ? ശിക്ഷാർഹമായ കുറ്റമാണ്. അതിനെന്തില്ല, അതിന് ഹദ്ദില്ല. പക്ഷെ അതിനെന്തുണ്ടാവും? അതിന് തഅ്സീർ ഉണ്ടാവും. അതിന് തഅ്സീർ ഉണ്ടാവും. അത് എത്ര എങ്ങനെ? അത് പിന്നെ ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ശർഈ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. കുറ്റം അതിൻ്റെ വലിപ്പം എത്ര, കണക്കെത്ര, അത് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് അതിലെന്ത് ചെയ്യുക, ശിക്ഷ വിധിക്കുക. മനസ്സിലായല്ലേ? അപ്പോൾ പിന്നെ ഹദ്ദും കഫാറത്തും പറയപ്പെടാത്തതായ ഇതര കുറ്റകൃത്യങ്ങൾ അതിൽ ഫൈനായിട്ട് അവർക്കൊരു പാഠമാകാൻ, അവർക്ക് ആ തെറ്റിൽ നിന്ന് മടങ്ങാൻ ഒരു അദബ്, തഅദീബ്, മര്യാദ പഠിപ്പിക്കുക എന്ന നിലക്ക് വിധിക്കപ്പെടുന്നതായ ശിക്ഷകൾ, അതാണ് തഅ്സീർ. ചിലപ്പോൾ അത് ജയിലായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു വ്യക്തിയെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കേസിൽ. അപ്പോൾ എന്താണ്? അത് തഅ്സീറാണ്. അതേപോലെ തന്നെ ചിലപ്പോൾ എന്തായിരിക്കും, ഫൈനായിരിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ സൗദ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ നിന്ന് അല്പം സ്വീറ്റ്സ് കൊണ്ടുവന്ന് ഒരു പാത്രത്തിൽ, ഒരു വൃത്തിയാണ് കൊണ്ടുവന്നത്, ഖാദിമത്ത് കൊണ്ടുവന്ന് സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ട് റസൂലുള്ളാഹിക്ക് കൊടുക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഇരിക്കുമ്പോൾ അതായിട്ട് മറ്റൊരു ഭാര്യൻ്റെ സമ്മാനം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു ഒരൊറ്റ തട്ടാണത്. സ്വീറ്റ് ചിന്തി പാത്രം പൊട്ടി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത്? പാത്രത്തിന് പകരം പാത്രം അവിടെ നിന്ന് എടുത്തിട്ട് ഉടച്ചില്ല. അത് ബുദ്ധിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടഞ്ഞ പാത്രം അവിടെ വെച്ചിട്ട് ഉടയാത്തൊരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്ത് ആ ഭൃത്യൻ്റെ അടുത്ത് കൊടുത്ത്. സ്വീറ്റ്സ് രണ്ടാക്കും തിന്നതിന്, നിലത്ത് ചിന്തിയപ്പോൾ ഇനി രണ്ടാക്കും വേണ്ട. പക്ഷെ പാത്രം ഉടച്ചിന് ഇവിടുന്ന് ഒരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്ത് ആ ഭൃത്യൻ്റെ അടുത്ത് കൊടുത്ത് അവരത് കൊണ്ടുപോയി. വേണ്ട, അതെന്താ? അതൊരു അച്ചടക്ക നടപടിയാണ്. അതെത്ര എങ്ങനെ, അതിൻ്റെ വലിപ്പം എത്ര? അത് പിന്നെ ഗവേഷണാത്മകമാണ്, ഗവേഷണ വിധേയവുമാണ്. അത് കോടതി അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ന്യായമായിട്ടുള്ള ആളുകളാണത് നിശ്ചയിക്കുക. ദിയ അത് പിന്നെ കൊടുക്കൽ അവരുടെ അവകാശമാണ്. ബൈത്തുൽ മാൽ ഉണ്ട് എങ്കിൽ പിന്നെ ബൈത്തുൽ മാലിന് എന്ത് ചെയ്യാം, അതിലിടപെടാം കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല കേസുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അയാളുടെ ബന്ധുക്കളാണ് കൊടുക്കേണ്ടത്. അയാളുടെ ബന്ധുക്കൾ ശേഖരിച്ചാണ് കൊടുക്കേണ്ടത്. ബൈത്തുൽ മാൽ ഉണ്ട് എങ്കിൽ പ്രശ്നം ബൈത്തുൽ മാൽ പരിഹരിക്കണം. അങ്ങനത്തെ കേസുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.